നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലായ സ്റ്റഡി ക്ലബ്ബിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഇംഗ്ലീഷ് റവല്യൂഷൻ പാർട്ട് 2 ആണ് എടുക്കുന്നത്. ഇന്നത്തോടു കൂടി നമ്മൾ ഇംഗ്ലീഷ് റവല്യൂഷൻ കംപ്ലീറ്റ് ചെയ്യും. പാർട്ട് 1 കാണാത്തവർക്കായി അതിൻ്റെ ലിങ്ക് താഴെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇംഗ്ലീഷ് റവല്യൂഷൻ കണ്ടിന്യൂ ചെയ്യാം. നമുക്കിന്ന് പഠിക്കാനുള്ളത് സിവിൽ വാർ തുടങ്ങിയുള്ള കാര്യങ്ങളാണ്. നമ്മൾ ലാസ്റ്റ് പറഞ്ഞു നിർത്തിയത് ഗ്രാൻഡ് റെമോൺസ്ട്രേറ്റ് എന്ന് പറയുന്ന ഒരു ഡോക്യുമെൻ്റ് ജോൺ പിം കൊണ്ടുവരികയും അതിനകത്തുള്ള കണ്ടീഷൻസ് അംഗീകരിക്കാൻ ചാൾസ് വിസമ്മതിക്കുകയും ചെയ്യുന്നു. ചാൾസ് ഫസ്റ്റ് ഇത് അംഗീകരിക്കാതെ ഇരുന്നതോടുകൂടി പാർലമെൻറ്റേറിയൻ സൈഡിലുള്ളവരെ ഇത് ട്രിഗർ ചെയ്യുകയും ചെയ്തു. മാത്രമല്ല ചാൾസ് പിമ്മിനെ അറസ്റ്റ് ചെയ്യാനുള്ള ഒരു ശ്രമം നടത്തുകയും ചെയ്തു. ഇത് ഇരുവരും തമ്മിലുള്ള വലിയ സംഘട്ടനങ്ങൾക്ക് വഴിതെളിക്കുകയും അങ്ങനെ ജനുവരി 4, 1642 സിവിൽ വാർ ആരംഭിക്കുകയും ചെയ്തു. ജനുവരി 4, 1642 സിവിൽ വാർ ആരംഭിക്കുകയും ചെയ്യുന്നു. ഈ ഒരു സമയത്ത് രണ്ട് ഗ്രൂപ്പുകൾ ഇവിടെ രൂപം കൊള്ളുന്നുണ്ട്. റൗണ്ട് ഹെഡ്സ് എന്നും കാവലിയർ എന്ന് പറഞ്ഞിട്ടും. കാവലിയർ എന്ന് പറയുന്നത് കിങ് ചാൾസ് 1 സപ്പോർട്ട് ചെയ്യുന്നവരാണ്. അതായത് കിങ്ങിനെ സപ്പോർട്ട് ചെയ്യുന്നവർ എന്ന് വിചാരിച്ചാൽ മതി. മോസ്റ്റ്ലി ഇതിൽ നോബിൾസ്, അരിസ്റ്റോക്രാറ്റ്സ്, ആംഗ്ലിക്കൻസ്, അപ്പർ ക്ലാസ് ലാൻഡ് ലോർഡ്സ് തുടങ്ങിയവരാണ് ഉൾപ്പെടുന്നത്. എന്നാൽ റൗണ്ട് ഹെഡ്സ് എന്ന് പറയുന്നത് പാർലമെൻറ്റിനെ സപ്പോർട്ട് ചെയ്യുന്നവരുടെ ഗ്രൂപ്പാണ്. റൗണ്ട് ഹെഡ്സിൻ്റെ നേതാവായിരുന്നു ഒലിവർ ക്രോംവെൽ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഒലിവർ ക്രോംവെലിനെ കുറിച്ച് നോക്കാം. പറഞ്ഞതുപോലെ അദ്ദേഹം റൗണ്ട് ഹെഡ്സിൻ്റെ ലീഡറാണ്. അദ്ദേഹം 1645 ഒരു ന്യൂ മോഡൽ ആർമി രൂപീകരിക്കുന്നുണ്ട്. ഇദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലാണ് ചാൾസ് ഫസ്റ്റും ഒലിവർ ക്രോംവെല്ലും തമ്മിൽ അവരുടെ അതായത് ഒലിവർ ക്രോംവെല്ലിൻ്റെ സൈഡിലുള്ള പാർലമെൻറ്റിൻ്റെ ആളുകളും ചാൾസ് ഫസ്റ്റിൻ്റെ സൈഡിലുള്ള രാജാക്കന്മാരുടെ അനുയായികളും ഒക്കെ ചേർന്നുകൊണ്ടുള്ള ബാറ്റിൽ നടക്കുന്നത്. അത് 1645 ഇംഗ്ലണ്ടിലെ നാസ്ബി എന്ന സ്ഥലത്താണ്. ഇതിനെ ബാറ്റിൽ ഓഫ് നാസ്ബി എന്ന് വിളിക്കുന്നു. ഇതിൽ പാർലമെൻറ്റിനാണ് വിജയമുണ്ടായിരുന്നത്. ഇത് ഇംഗ്ലീഷ് സിവിൽ വാറിലെ ഒരു നാഴികക്കല്ലായാണ് കാണുന്നത്. പാർലമെൻറ്റിൻ്റെ ഒരു വിജയത്തിൻ്റെ എലമെൻറ്റും കൂടിയാണല്ലോ ഈ ബാറ്റിൽ ഓഫ് നാസ്ബി എന്ന് പറയുന്നത്. ശേഷമാണ് പ്രൈഡ്സ് പർജ് നടക്കുന്നത്. പ്രൈഡ്സ് പർജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒലിവർ ക്രോംവെല്ലിൻ്റെ നിർദ്ദേശപ്രകാരം തോമസ് പ്രൈഡാണ് പ്രൈഡ്സ് പർജ് നടത്തുന്നത്. എന്താണ് പ്രൈഡ്സ് പർജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പാർലമെൻറ്റിൽ രാജാവിനെ സപ്പോർട്ട് ചെയ്യുന്നവരും അതുപോലെ തന്നെ രാജാവുമായിട്ട് കോംപ്രമൈസിന് അനുരഞ്ജനത്തിന് തയ്യാറാകുന്നതുമായിട്ടുള്ള അംഗങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അവരെ എല്ലാം റിമൂവ് ചെയ്ത് പാർലമെൻറ്റിനെ ശുദ്ധീകരിക്കുന്ന നടപടിയാണ് പ്രൈഡ്സ് പർജ് എന്ന് പറയുന്നത്. അതിന് നേതൃത്വം നൽകിയത് കേണൽ തോമസ് പ്രൈഡാണ്. ഒലിവർ ക്രോംവെല്ലിൻ്റെ നിർദ്ദേശപ്രകാരവുമാണ് നടന്നത്. അതിനുശേഷം റംപ് പാർലമെൻറ്റ് രൂപീകരിക്കുന്നു. റംപ് പാർലമെൻറ്റ് രൂപീകരിക്കുന്നത് 1648 1648 എന്താണ് റം പാർലമെൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 1648 റം പാർലമെൻറ്റ് വരുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് ഒരു സംശയം ഉണ്ടാകാം. അതായത് ഞാൻ പറഞ്ഞിരുന്നു ഈ ചാൾസ് ഫസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഒരു ലോങ് പാർലമെൻറ്റ്, അതായത് 11 വർഷത്തേക്ക് പാർലമെൻറ്റ് പിരിച്ചു വിട്ട് കഴിഞ്ഞ് പുള്ളിക്കാരനൊരു സ്കോട്ടിഷുമായിട്ടുള്ള യുദ്ധത്തിൽ പൈസ വേണ്ടിയിട്ട് ലോങ് പാർലമെൻറ്റ് വിളിച്ചു ചേർക്കുന്നു എന്ന് പറഞ്ഞു 1640. അത് 1660 വരെയുള്ള 20 വർഷക്കാലത്തേക്കുമായിരുന്നു. അതാണ് ലോങ് പാർലമെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് റം പാർലമെൻറ്റ്? ഇത് ഈ ലോങ് പാർലമെൻറ്റിൻ്റെ പാർട്ട് തന്നെയാണ്. പക്ഷേ റം പാർലമെൻറ്റ് എന്ന് പറയുന്നത് പ്രൈഡ്സ് പർജിന് ശേഷം, അതായത് രാജാവിനെ സപ്പോർട്ട് ചെയ്യുന്നവരോ അല്ലെങ്കിൽ രാജാവുമായിട്ട് അനുരഞ്ജനത്തിൽ ഏർപ്പെടുന്നവരോ ഒന്നുമില്ല, ന്യൂ മോഡൽ ആർമിയുടെ ആളുകൾ അല്ലെങ്കിൽ പാർലമെൻറ്റിൻ്റെ ആളുകൾ മാത്രമുള്ളതാണ് റം പാർലമെൻറ്റ് എന്ന് പറയുന്നത്. അത് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ ഈ റം പാർലമെൻറ്റാണ് ചാൾസിൻ്റെ എക്സിക്യൂഷനൊക്കെ അപ്രൂവ് ചെയ്യുന്നത്. അതായത് ചാൾസിനെ കൊല്ലാം എന്നുള്ള കാര്യത്തിനൊക്കെ അപ്രൂവ് കൊടുക്കുന്നത് ഈ റം പാർലമെൻറ്റാണ്. അങ്ങനെ റം പാർലമെൻറ്റിൻ്റെ അപ്രൂവിന് ശേഷം 1659 ജനുവരി 30 ചാൾസിനെ എക്സിക്യൂട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. 1649 ജനുവരി 30 എന്നോർത്തിരിക്കുക. ഈ ഒരു റം പാർലമെൻറ്റ് ഫോം ചെയ്യുന്നത് 1648 ഡിസംബർ 6 അത് ആ ഡേറ്റ് ഒന്നും ഓർത്തിരുന്നില്ലെങ്കിലും കുഴപ്പമില്ല. ഡിസംബർ 6 എന്നുള്ളതൊന്നും ഓർത്തിരുന്നാലും കുഴപ്പമില്ല. ശേഷം ഇതിനകത്തെ ആലോചനകൾക്കൊക്കെ ശേഷം ചാൾസ് ഫസ്റ്റിനെ എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ട് 1649 ജനുവരി 30. ഇത്രയും ക്ലിയർ ആണെന്നാണ് വിചാരിക്കുന്നത്.
പിന്നീട് തുടങ്ങുന്നതാണ് കോമൺവെൽത്ത് കാലഘട്ടം എന്ന് പറയുന്നത്. കോമൺവെൽത്ത് കാലഘട്ടം എന്ന് പറയുന്നത് ചാൾസ് ഫസ്റ്റിൻ്റെ എക്സിക്യൂഷന് ശേഷം ഇംഗ്ലണ്ട് എന്ന് പറയുന്നത് റിപ്പബ്ലിക് ആവുകയാണ്. അതായത് 1649 മുതൽ 1660 വരെയുള്ള കാലഘട്ടം എന്ന് പറയുന്നത്. ഈ ഒരു സമയത്ത് ഈ കോമൺവെൽത്ത് ഏജിലും ആദ്യം ഭരണം നടത്തിക്കൊണ്ടിരുന്നത് റം പാർലമെൻ്റ് ആയിരുന്നു. പിന്നീട് റം പാർലമെൻറ്റ് പിരിച്ചുവിടുന്നുണ്ട് 1653. അതിനുശേഷം ലോർഡ് പ്രൊട്ടക്ടറേറ്റ് ആയിട്ട് ഒലിവർ ക്രോംവെൽ മാറുകയാണ്. അതായത് പ്രൊട്ടക്ടറേറ്റ് കാലഘട്ടം തുടങ്ങുകയാണ് 1653 തൊട്ട്. അപ്പോൾ ഇതിന് മുമ്പുള്ള ഒരു കാര്യം പറയാം. അതായത് നമ്മൾ പറഞ്ഞിരുന്നു സിവിൽ വാറിൻ്റെ കാലഘട്ടം 1651 വരെയാണെന്നാണല്ലോ നമ്മൾ പറഞ്ഞിരുന്നത്. അപ്പോൾ സിവിൽ വാർ അവസാനിക്കുന്ന അവസാനത്തെ യുദ്ധമാണ് ബാറ്റിൽ ഓഫ് വോഴ്സെസ്റ്റർ എന്ന് പറയുന്നത്. ഞാൻ എഴുതി കാണിക്കാം. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ബാറ്റിൽ ഓഫ് വോഴ്സെസ്റ്റർ എന്ന് പറയുന്നത് ഇവിടെ ആരും തമ്മിലാണ് ഇത് നടന്നതെന്ന് ഓർക്കണം. 1951 ഈ ബാറ്റിൽ ഓഫ് വോഴ്സെസ്റ്റർ നടക്കുന്നത്. അതായത് ചാൾസ് ഫസ്റ്റിനെ എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ചാൾസ് സെക്കൻഡും പാർലമെൻറ്റിൻ്റെ സൈഡും തമ്മിലാണ്, അതായത് ഒലിവർ ക്രോംവെല്ലിൻ്റെ നേതൃത്വത്തിലുള്ള പാർലമെൻറ്റിൻ്റെ സൈഡും തമ്മിലുള്ള യുദ്ധമാണ്. പാർലമെൻറ്റിനാണ് വിജയം ഉണ്ടായിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്? ലോർഡ് പ്രൊട്ടക്ടറേറ്റ് ആയിട്ട് ഒലിവർ ക്രോംവെല്ല് മാറുന്നു, റം പാർലമെൻറ്റ് പിരിച്ചുവിടുന്നു, പ്രൊട്ടക്ടറേറ്റ് പീരീഡ് ആരംഭിക്കുന്നു. അങ്ങനെ 1653 പ്രൊട്ടക്ടറേറ്റ് കാലഘട്ടം ആരംഭിക്കുകയും ഈ പ്രൊട്ടക്ടറേറ്റ് ഭരണത്തിൻ്റെ സമയത്താണ് ഇൻസ്ട്രുമെൻ്റ് ഓഫ് ഗവൺമെൻറ് എന്ന് പറയുന്ന ഒരു റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ ഇവിടെ രൂപീകരിക്കപ്പെടുകയും അത് വെച്ച് ഭരണം നടത്തുകയും ചെയ്യുന്നത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഫസ്റ്റ് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇംഗ്ലണ്ട് ആയിട്ട് ആദ്യത്തെ ഇംഗ്ലണ്ടിലെ എഴുതപ്പെട്ട ഭരണഘടനയായിട്ട് കൺസിഡർ ചെയ്യുന്നത് ഇൻസ്ട്രുമെൻ്റ് ഓഫ് ഗവൺമെൻറ്റിനെയാണ് എന്നോർത്തിരിക്കുക. ശേഷം ക്രോംവെല്ല് മരിക്കുകയാണ് ചെയ്യുന്നത്. 1658 ആകുമ്പോഴത്തേക്ക് ക്രോംവെല്ല് മരിക്കുന്നുണ്ട്. ക്രോംവെല്ല് മരിച്ചു കഴിയുമ്പോൾ പിന്നെയും അവിടെ ഒരു ഇൻസ്റ്റെബിലിറ്റി വരികയാണ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാരണം അദ്ദേഹത്തിൻ്റെ മകനായിട്ടുണ്ടായിരുന്ന റിച്ചാർഡ് ക്രോംവെല്ല് വളരെ വീക്കായിട്ടുള്ള ഒരാളായിരുന്നു. മാത്രമല്ല അദ്ദേഹത്തിന് ആർമിയെ ഒന്നും മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഒരു കഴിവും ഉണ്ടായിരുന്നില്ല. ഇത് കൂടാതെ ഇവിടെ ഉണ്ടായിരുന്ന മിലിറ്ററി ലീഡേഴ്സ് പരസ്പരം അവർ തമ്മിൽ ക്ലാഷ് ഉണ്ടാകാൻ തുടങ്ങി. അതും ഇൻസ്റ്റെബിലിറ്റിക്ക് കാരണമായി. ഇതോടുകൂടി പ്രൊട്ടക്ടറേറ്റ് എന്ന് പറയുന്ന ഒരു കാര്യം മാത്രമല്ല കേട്ടോ, ഇദ്ദേഹത്തിൻ്റെ ഈ സമയത്ത് ഈ ഒലിവർ ക്രോംവെല്ലിൻ്റെ സമയത്തെ ഭരണം എല്ലാം മികച്ചതായിരുന്നു എന്നല്ല, ഒരുപാട് പട്ടാളച്ചിട്ടകളും കാര്യങ്ങളും ഒക്കെ തന്നെ ആ സമയത്തുണ്ടായിരുന്നു. അപ്പോൾ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നു. ജനങ്ങൾ രാജഭരണത്തെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങുകയും ചെയ്തിരുന്നു. അങ്ങനെ പ്രൊട്ടക്ടറേറ്റ് ഇവിടെ തകരുകയാണ് ചെയ്യുന്നത്. 1660 ആയപ്പോഴത്തേക്കും റീസ്റ്റോറേഷൻ ഓഫ് മൊണാർക്കി അല്ലെങ്കിൽ രാജഭരണം തിരിച്ചു കൊണ്ടുവരാനെ കൊണ്ടുള്ള ശ്രമങ്ങൾ നടക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ പോകുന്നതാണ് റീസ്റ്റോറേഷൻ ഓഫ് മൊണാർക്കിയിലോട്ട്. 1660 നമ്മൾ എത്തിയിട്ടുണ്ട്. റീസ്റ്റോറേഷൻ ഓഫ് മൊണാർക്കി, അതായത് ഇവിടെ ഉണ്ടായിരുന്ന ജനറൽ ജോർജ് മോങ്ക് എന്ന് പറയുന്ന ഒരാൾ ലണ്ടനിൽ റീസ്റ്റോർഡ് ഓർഡർ എന്ന് പറഞ്ഞിട്ടൊരു മാർച്ച് നടത്തുന്നുണ്ട്. അതായത് പഴയ ക്രമം കൊണ്ടുവരിക, മൊണാർക്കി കൊണ്ടുവരിക എന്നുള്ളത്. ഇദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഒരു ലോങ് പാർലമെൻറ്റ് വീണ്ടും റീകോൾ ചെയ്യുന്നുണ്ട്. ഈ റീകോൾ ചെയ്യുന്ന സമയത്ത് ബ്രിങ് ബാക്ക് മൊണാർക്കി എന്നുള്ളതാണ് ഇവർ പറഞ്ഞത്. രാജഭരണം തന്നെ തിരിച്ചു കൊണ്ടുവരാനാണ് പറഞ്ഞത്. അതിൻ്റെ ഭാഗമായിട്ട് ചാൾസ് ഫസ്റ്റിൻ്റെ മകനായിട്ടുണ്ടായിരുന്ന ചാൾസ് സെക്കൻഡ് ബാറ്റിൽ ഓഫ് വോഴ്സെസ്റ്ററിൽ പരാജയപ്പെട്ടിട്ടുണ്ടായിരുന്ന ചാൾസ് സെക്കൻഡാണ് അധികാരത്തിൽ വന്നിട്ടുണ്ടായിരുന്നത്. ചാൾസ് സെക്കൻഡ് വരുന്ന സമയത്തും പാർലമെൻറ്റ് സ്ട്രോങ് ആയിട്ട് തന്നെ ഇവിടെ ഒരു സൈഡിൽ നിലനിൽക്കുന്നുണ്ട്. അപ്പോഴും ഇവിടെ ക്ലാഷ് ഉണ്ട്, പാർലമെൻറ്റിനാണോ രാജാവിനാണോ അധികാരം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഈ സമയത്ത് ഇവിടെ വിക്സ് എന്നും ടോറീസ് എന്ന് പറഞ്ഞിട്ട് രണ്ട് ഗ്രൂപ്പ് വരുന്നുണ്ട്. വിക്സ് എന്ന് പറയുന്നത് പാർലമെൻറ്റിനെ സപ്പോർട്ട് ചെയ്യുന്നവരും ടോറീസ് എന്ന് പറയുന്നത് രാജാവിനെ സപ്പോർട്ട് ചെയ്യുന്നവരും. ഈ വിക്സിൻ്റെ നേതൃത്വത്തിൽ ഇവിടെ ഹേബിയസ് കോർപ്പസ് പാസ് ചെയ്യുന്നുണ്ട്. അതോടുകൂടി ഈ ഒരു സമയമായപ്പോഴത്തേക്കും ഹേബിയസ് കോർപ്പസ് പാർലമെൻറ്റ് എന്നുള്ളൊരു പേരും വീണിട്ടുണ്ടായിരുന്നു. അതായത് അൺലോഫുൾ ആയിട്ടുള്ള അറസ്റ്റ്, ഇംപ്രിസൺമെൻറ്റ് എന്നിവയിൽ നിന്നൊക്കെ സിറ്റിസൺസിനെ പ്രൊട്ടക്റ്റ് ചെയ്യണം, അതായിരുന്നു ഡിമാൻഡ് എന്ന് പറയുന്നത്. ഈ ചാൾസ് സെക്കൻഡും അൺഫേവറബിൾ ആയിട്ടുള്ള കുറച്ച് റിലീജിയസ് പോളിസീസും അതുപോലെ തന്നെ കുറച്ച് അത്ര ബെറ്റർ അല്ലാത്ത കുറച്ച് ഫോറിൻ പോളിസീസൊക്കെ കൊണ്ടുവരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഭരണകാലത്തിന് ശേഷവും ചാൾസ് സെക്കൻഡിൻ്റെ ഭരണകാലത്തിന് ശേഷം ഞാൻ മുമ്പേ പറഞ്ഞ വിക്സും ടോറീസിൻ്റെയും ഗ്രൂപ്പ് ഇതാണ്. അതായത് വിക്സ് എന്ന് പറയുന്നത് ഫേവേർഡ് പാർലമെൻറ്റിനെ സപ്പോർട്ട് ചെയ്യുന്നവരും
സുപ്രീമസി ഓവർ കിങ്ങിൻ്റെ മുകളിൽ പാർലമെൻറ്റിന് അധികാരം എന്ന് പറയുന്നതും ടോറീസ് എന്ന് പറയുന്നത് സപ്പോർട്ടഡ് സ്ട്രോങ് മൊണാർക്കി ആൻഡ് ഡോക്ട്രിൻ ഓഫ് ഡിവൈൻ റൈറ്റ് ഓഫ് കിങ്സും ആണ്. അപ്പോൾ ചാൾസിൻ്റെ മരണശേഷം അദ്ദേഹത്തിൻ്റെ ബ്രദറായിട്ടുണ്ടായിരുന്ന ജെയിംസ് സെക്കൻഡാണ് അധികാരത്തിലെത്തുന്നത്. ജെയിംസ് സെക്കൻഡ് എന്ന് പറയുന്നത് കാത്തോലിസത്തെ കൂടുതലായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ആളായിരുന്നു. കൂടുതൽ പോസ്റ്റുകളും, അതായത് ജോലിയിലൊക്കെയുള്ള പോസ്റ്റുകൾ കൂടുതൽ കാത്തോലിക്സിനാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇദ്ദേഹം ഒരു ഡിക്ലറേഷൻ ഓഫ് ഇൻ്റലിജൻസ് കൊണ്ടുവരുന്നുണ്ട്. ഈ എന്താണ് ഡിക്ലറേഷൻ ഓഫ് ഇൻ്റലിജൻസസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാത്തോലിക്സിനും അതുപോലെ തന്നെ പ്രൊട്ടസ്റ്റൻസിനും പണിഷ്മെൻ്റ് ഒന്നും ഇല്ലാതെ അവരുടെ വിശ്വാസം നല്ല രീതിയിൽ തുടരാം എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ളൊരു ഡിക്ലറേഷൻ ആണെങ്കിലും ഇത് കൂടുതൽ പ്രയോറിറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നത് കാത്തലിക്സിനാണ്. മാത്രമല്ല 1687 അല്ലാതെ തന്നെ 1688 ഇദ്ദേഹം ഈ ഡിക്ലറേഷൻ ഓഫ് ഇൻ്റലിജൻസസ് കൊണ്ടുവരുന്നുണ്ട്. ഈ സമയത്ത് 1688 കൊണ്ടുവരുമ്പോൾ ഇദ്ദേഹം പറഞ്ഞു, അതായത് ഇത് എല്ലാ ചർച്ചിലും ഈ ഒരു ഡിക്ലറേഷൻ വായിക്കണമെന്ന് പറഞ്ഞു. അതിന് വിസമ്മതിച്ചിട്ടുണ്ടായിരുന്ന 7 ബിഷപ്പുമാരെ ഇദ്ദേഹം അറസ്റ്റ് ചെയ്തു. ജെയിംസ് ടുവിൻ്റെ ഈ നടപടി ആളുകൾക്ക് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ ആളുകൾ രാജാധികാരത്തിനെതിരെ വീണ്ടും ശബ്ദം ഉയർത്താൻ തുടങ്ങുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി ഇതുകൂടാതെ പ്രൊട്ടസ്റ്റന്റുകാരുടെ ഇടയിൽ മറ്റൊരു ഭയം വന്നു. ജെയിംസ് ടുവിന് ഉണ്ടായിരുന്നത് ഒരു ആൺകുട്ടിയാണ്. അപ്പോൾ വീണ്ടും ഈ കുട്ടിയെയാണ് അധികാരത്തിൽ കൊണ്ടുവരുന്നതെങ്കിൽ വീണ്ടും കാത്തലിസം തന്നെയാണ് അധികാരത്തിൽ വരാൻ പോകുന്നതെന്നുള്ള ഭയം പ്രൊട്ടസ്റ്റന്റുകാർക്ക് ഉണ്ടായിരുന്നു. പിന്നീട് മാത്രമല്ല, ഈ ജെയിംസ് ടു പാർലമെൻറ്റിൻ്റെ അനുമതിയൊന്നും ഇല്ലാതാണ് ഇങ്ങനത്തെ ഓരോ ഡിക്ലറേഷനും ഓരോ കാര്യങ്ങളും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇംഗ്ലണ്ടിൽ മെജോറിറ്റി പ്രൊട്ടസ്റ്റൻ്റ് ആയതുകൊണ്ട് തന്നെ ഈ ഒരു കാത്തോലിക് അബ്സല്യൂട്ടിസം വരുന്നതിനെ അവർ ഭയപ്പെടുകയും ചെയ്തു. ഇദ്ദേഹത്തിൻ്റെ അഡ്മിനിസ്ട്രേഷനും അത്ര നല്ലതൊന്നും ആയിരുന്നില്ല, അതും ഫെയിലായി പോവുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനിയും ആദ്യ സമയത്ത് വിചാരിച്ചിട്ടുണ്ടായിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ജെയിംസ് ടു അധികാരത്തിൽ, ചാൾസ് സെക്കൻഡ് മരിച്ചു കഴിഞ്ഞ് ജെയിംസ് ടു അല്ല അധികാരത്തിൽ വരുന്നത്, മറിച്ച് മേരി എന്ന് പറഞ്ഞിട്ടുള്ള പുള്ളിക്കാരൻ്റെ ഡോട്ടർ ആയിരിക്കും അധികാരത്തിൽ വരുന്നതെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അവർ പ്രൊട്ടസ്റ്റൻ്റ് ആയിരുന്നു, പക്ഷേ ഇദ്ദേഹമാണ് അധികാരത്തിൽ വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ 1688 നമ്മൾ എത്തുകയാണ് ഗ്ലോറിയസ് റെവല്യൂഷനിൽ എത്തുന്ന സമയത്ത് ഈ ജെയിംസ് സെക്കൻഡിൻ്റെ ഭരണ കാര്യത്തിലൊന്നും ആരും അത്ര സാറ്റിസ്ഫൈഡ് അല്ലാത്തതുകൊണ്ട് പാർലമെൻറ്റിലെ 7 ഇമ്പോർട്ടൻറ്റ് ലീഡേഴ്സ് അല്ലെങ്കിൽ ഇമ്മോർട്ടൽ 7 എന്ന് ഇവരറിയപ്പെടും. സീക്രട്ട്ലി വില്യം ഓഫ് ഓറഞ്ചിനെയും ഹസ്ബൻഡ് ഓഫ് മേരി, ജെയിംസ് ടുവിൻ്റെ മകളാണ് മേരി. നമ്മൾ പറഞ്ഞല്ലോ മുമ്പേ മേരി ആയിരിക്കും അധികാരത്തിൽ വരുന്നതെന്ന് പ്രൊട്ടസ്റ്റന്റുകൾ വിചാരിച്ചിരുന്നുവെന്ന്. ആ മേരിയുടെ ഹസ്ബൻഡാണ് വില്യം ഓഫ് ഓറഞ്ച്. അവരെ ഇംഗ്ലണ്ടിലോട്ട് ഇൻവൈറ്റ് ചെയ്തു. അതായത് ഇവിടുത്തെ കാര്യങ്ങളും സാഹചര്യങ്ങളും എല്ലാം പറഞ്ഞു. പക്ഷേ ഇവിടെ വന്നാലും പാർലമെൻ്ററി ഭരണം തന്നെ ആയിരിക്കും കൂടുതലായിട്ട് ഉണ്ടായിരിക്കുക എന്നും പറഞ്ഞു. അങ്ങനെ വില്യം അദ്ദേഹത്തിൻ്റെ ആർമിയുമായിട്ട് ഇങ്ങോട്ടേക്ക് വന്നു. കാരണം ഒരു യുദ്ധം പ്രതീക്ഷിച്ചിട്ടാണ് വില്യവും മേരി എത്തുന്നത്. അച്ഛൻ്റെ ഭാഗത്തുനിന്ന് എന്താണെങ്കിലും യുദ്ധം ഉണ്ടാകുമെന്ന് വിചാരിച്ചിട്ടാണ് വരുന്നത്. പക്ഷേ യുദ്ധമൊന്നും ഉണ്ടായില്ല. ഇവിടെ വന്നപ്പോൾ ആളുകൾ വില്യമിനെയും മേരിയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. ജെയിംസ് സെക്കൻഡ് നോക്കുമ്പോൾ പുള്ളിക്കാരന് യാതൊരു സപ്പോർട്ടും ഇല്ല. പുള്ളിക്കാരൻ ഫ്രാൻസിലോട്ട് മിണ്ടാതെ ഉരിയാടാതെ തിരിച്ചുപോയി. അപ്പോൾ ഇവിടെ അങ്ങനെ ഒരു കലാപങ്ങളൊന്നും തന്നെ ഉണ്ടായില്ല. അപ്പോൾ വില്യവും മേരിയുമാണ് പിന്നീട് ജോയിൻറ്റ് മൊണാർക്ക്. അവർ രണ്ടുപേരും ചേർന്ന് ഭരണം നടത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ്, അതായത് വലിയ കലാപങ്ങളോ രക്തച്ചൊരിച്ചിലുകളോ ഒന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഇതിനെ നമ്മൾ ബ്ലഡ്ലെസ് റെവല്യൂഷൻ അല്ലെങ്കിൽ രക്തരഹിത വിപ്ലവം എന്ന് വിളിക്കുന്നത്. ഇനി ഇതിനു ശേഷമാണ് ബിൽ ഓഫ് റൈറ്റ്സിൽ ഒപ്പുവെക്കുന്നത്. അതായത് ബിൽ ഓഫ് റൈറ്റ്സ് എന്ന് പറയുന്നത് 1689 ഡിസംബർ 16 ബിൽ ഓഫ് റൈറ്റ്സ് വരുന്നത്. ഇതിൽ പറയുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാർലമെൻറ്റ് മസ്റ്റ് മീറ്റ് റെഗുലർലി, നിർബന്ധമായിട്ടും പാർലമെൻറ്റ് റെഗുലറായിട്ട് മീറ്റ് ചെയ്യണം, കൂടിച്ചേരണം എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. ശേഷം പാർലമെൻറ്റിൻ്റെ അപ്രൂവൽ ഇല്ലാതെ ടാക്സേഷൻ നടപ്പിലാക്കാൻ പറ്റില്ല. പാർലമെൻറ്റിൻ്റെ പെർമിഷൻ ഇല്ലാതെ സ്റ്റാൻഡിംഗ് ആർമിയെ നിലനിർത്താൻ പറ്റില്ല. പാർലമെൻറ്റിൻ്റെ ഉള്ളിൽ ഫ്രീഡം ഓഫ് സ്പീച്ച് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ സിറ്റിസൺസിന് രാജാവിന് പെറ്റീഷൻ കൊടുക്കാനുള്ള അധികാരം ഉണ്ടായിരിക്കും. അങ്ങനെ മോഡേൺ ഡെമോക്രസിയുടെ ഒരു അടിത്തറയായിട്ട് ബിൽ ഓഫ് റൈറ്റ്സ് മാറുകയാണ്. ഇതിനെ നമുക്ക് ഈ ഒരു റിസൾട്ടായിട്ട് കാണാം. റിസൾട്ടായിട്ടാണ് നമ്മളിതിനെ പറയുന്നത്. അതായത് ഗ്ലോറിയസ് റെവല്യൂഷൻ്റെയും ഒരു റിസൾട്ട് എന്താണെന്ന് ചോദിച്ചാൽ അത് ബിൽ ഓഫ് റൈറ്റ്സ് ആണ്. പിന്നീട് എൻഡ് ഓഫ് അബ്സല്യൂട്ട് മൊണാർക്കി, അതാണ് മറ്റൊരു റിസൾട്ട് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറേ
റിസൾട്ട് കാണാനെ കൊണ്ട് പറ്റും. അപ്പം ഇവിടെ നമ്മളുടെ ഒരു കാര്യം പറയാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു. ഗ്രീൻ റിബൺ ക്ലബ്ബ് എന്ന് പറയുന്നത് അതൊരു അഡീഷണൽ ഫാക്റ്റായിട്ട് ഓർത്ത് വെച്ചാൽ മതി. ഈ ഗ്രീൻ റിബൺ ക്ലബ്ബ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 17th സെഞ്ച്വറിയിൽ ഇംഗ്ലണ്ടിൽ കിങ്സ് ഹെഡ് എന്ന് പറയുന്ന ഒരു സത്രം ഉണ്ടായിരുന്നു. ആ സത്രത്തിൽ ഒത്തുകൂടിയിട്ടുണ്ടായിരുന്ന രാഷ്ട്രീയ ക്ലബ്ബാണ് ഗ്രീൻ റിബൺ ക്ലബ്ബ് എന്ന് പറയുന്നത്. ഇതിൻ്റെ മറ്റൊരു പേരാണ് കിങ്സ് ഹെഡ് ക്ലബ്ബ് എന്ന് പറയുന്നത്. കിങ്സ് ഹെഡ് ക്ലബ്ബിൽ ആ ഒരു കിങ്സ് ഹെഡ് ക്ലബ്ബ് പിന്നീട് ഗ്രീൻ റിബൺ ക്ലബ്ബ് എന്ന് പുനർനാമകരണം ചെയ്യുകയാണ് 1679 ആകുന്ന സമയത്ത്. അപ്പം അതൊന്ന് ആ പേരൊന്ന് ഓർത്തിരുന്നാൽ മതി. പിന്നീട് ഒരു പോയിന്റ് കൂടെ ഉണ്ട്. ഈ ബിൽ ഓഫ് റൈറ്റ്സിൽ സൈൻ ചെയ്യുന്നത് വില്യം ഓഫ് ഓറഞ്ചും മേരിയും കൂടിയാണെന്നുള്ള ഒരു കാര്യം കൂടി ഓർക്കണം. അതുപോലെ ഇതിനകത്ത് സൈൻ ചെയ്തതോടുകൂടി സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഒരു ആംഗ്ലിക്കൻ സ്റ്റേറ്റ് ആയിട്ട് മാറുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഇംഗ്ലണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇംഗ്ലീഷ് റെവല്യൂഷനിൽ നോക്കാനുള്ളത്. ഇത്രയും കാര്യങ്ങൾ വ്യക്തമാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നമ്മുടെ ഫസ്റ്റ് പാർട്ട് തുടങ്ങി സെക്കൻഡ് പാർട്ട് വരെ നമ്മൾ അത്യാവശ്യം നന്നായിട്ട് എടുത്തിട്ടുണ്ടെന്നാണ് ഞാനും വിശ്വസിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു ഇംഗ്ലീഷ് റെവല്യൂഷൻ ഇവിടെ കഴിയുകയാണ്. ഇംഗ്ലീഷ് റെവല്യൂഷൻ എന്ന് പറയുന്ന ടോപ്പിക്ക് തന്നെ നമ്മളിവിടെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ചാനൽ ഇഷ്ടമായാലും ക്ലാസ് ഇഷ്ടമായാലും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് കാണാം. അതുവരേക്ക് ബൈ.